കാസർഗോഡ് കണ്ണൂർ അതിർത്തി മേഖലയായ ചെറുപുഴയിൽ വലിയ പ്രതിസന്ധിയായിരുന്നു ഈ വൈകുന്നേരം. ചെറുപുഴ തയ്യേനിയിൽ ഉരുൾപൊട്ടലുണ്ടായി. അതിശക്തമായ ഉരുൾപൊട്ടലിൽ കല്ലും മണ്ണും അടക്കം ഒഴുകി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയായിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് സാരംഗ് സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏതാനും ചില സമയം മുൻപ് തയ്യേനി ടൗണിൽ ഇതായിരുന്നില്ല സ്ഥിതി. വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യം, ഉരുൾപൊട്ടലുണ്ടാകുന്നു. ആളുകളാകെ ഭയാശങ്കയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ച. ഈ നാടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന പാലം പരിപൂർണമായി മുങ്ങിപ്പോകുന്നു. കടകളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ആളുകൾക്ക് വലിയ ആശങ്ക ഉണ്ടാകുന്നു. ഇതേസമയം തന്നെ കണ്ണൂരിലെ കുറച്ച് കിലോമീറ്ററുകൾ മാറിയുള്ള കണ്ണൂരിലെ ചെറുപുഴ മേഖലയിലടക്കം വലിയ രീതിയിൽ തന്നെ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു. ആളുകൾ വലിയ ആശങ്കയിലേക്ക് തന്നെ പോകുന്നു. ഇപ്പോൾ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? 3-3:30 ആയിട്ടില്ലോ, 3:30 മണി സമയം ആയിട്ടുണ്ടാവും. ചേട്ടന സമയത്ത് കടയിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ കടയില്ല. ഞാൻ ഇവിടെ പാലാവില്ലായിരുന്നു, കല്യാണത്തിന് പോയതായിരുന്നു. പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു കടയിൽ വെള്ളം കയറുന്നു പറഞ്ഞു. ഉടനെ ഞാനൊരു വണ്ടി കിട്ടി. ഉടനെ ഇവിടെ വന്നപ്പോൾ വെള്ളം ഇങ്ങോട്ട് ഉള്ളിൽ കയറി, ശരിക്കും കയറി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്ര ഒഴുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര. പാലത്തിനേക്കാളും മുകളിലേക്കായിരുന്നു വെള്ളം? വെള്ളം ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങനെ പോയത്. പാലത്തിന് മുകളിൽ കൂടെ അല്ല, അവിടെ നിന്ന് വന്ന വെള്ളമാണ്. ഈ ഉരുൾപൊട്ടി റോഡിൽ കൂടെ വന്നത് മുഴുവൻ കംപ്ലീറ്റ് വന്നിട്ട് ഈ ഇവിടെ അങ്ങോട്ട് ലെവലായി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒരു 3-4 പീടിയ അവിടെ, ആ പീടിയയിൽ ഇവിടെ അപ്പുറം ഒരു ഹോട്ടലിൽ എല്ലാം വെള്ളം കയറി ചെളിയും വെള്ളമായി പോയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടത് അവർ പറഞ്ഞു. സാധനം മുഴുവൻ പോയി. ആളുകൾക്കൊന്നും വലിയ അപകടം ഇല്ലാതെ പോയത് ഭാഗ്യമല്ല. രക്ഷപ്പെട്ടു. കാരണം ഇത് പകലായതുകൊണ്ട് ഒരു കുഴപ്പവും പറ്റിയില്ല. രാത്രിയാണെങ്കിൽ ഒരു പക്ഷേ വലിയ അപകടമായേനെ. അടുത്ത കാലം വരെ ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു വീട് വെച്ച് അങ്ങോട്ട് മാറിയത്. അതുകൊണ്ട് അപകടമൊക്കെ ഒഴിവായി. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വെള്ളത്തിലായി പോകും. ആളുകളുടെ മുഖത്ത് ആ ഒരു ആശങ്ക ഇപ്പോഴും പരിപൂർണമായി മാറിയിട്ടില്ല. പകൽ സമയമായതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊരു പക്ഷേ രാത്രിയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ട, അല്ലെങ്കിൽ ഇന്ന് രാവിലെ കണ്ടതിന് സമാനമായ ഒരു വലിയ ദുരന്തം കാസർകോട്ടെ ഈ മലയോര ഗ്രാമത്തിലും ഉണ്ടായതിനെ ആളുകൾ എന്തായാലും രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആളുകളെയൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മേഖലകളിലായിട്ടാണ് തിരിച്ചിട്ട് ഇത് ഉരുളുപൊട്ടി വന്നിട്ടുള്ളത്. അത് ഒരു പോയിൻ്റാണോ 3 സ്ഥലത്ത് പല സ്ഥലത്തു നിന്നാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് റോഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണിടിച്ചിലും കല്ലൊക്കെ വീണിട്ടുള്ള റോഡ് ബ്ലോക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട്. നിലവിലിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് എല്ലാവരെയും ക്യാമ്പിലോട്ടോ അല്ലെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നോ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനീഷ്യലി ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിലോട്ടും വീടിൽ നിന്ന് മാറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൺവിൻസ് ചെയ്തുകൊണ്ട് എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. ഇനിയും മലയോര മേഖലകളിൽ കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിലും വലിയ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ നാട്ടുകാരോട് പറയുന്നത്. ഷാജു ചന്തപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.